ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്കായിട്ട് എന്ന് നോക്കാം. ഓക്കെ, കാർഡ്സ് ഷഫിൾഡ് ആണ്. 4 of Swords, the Fool, 9 of Wands, King of Cups, good, 2 of Pentacles, bad, the Sun, Ace of Wands, the World, Page of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന നൈറ്റ് ഓഫ് കപ്സ്. ഇവിടെ ഇവരുടെ ഫീലിംഗ് എന്ന് വെച്ചാൽ ആദ്യമായി സ്നേഹത്തോടെ തന്നെ നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങളെ വളരെ ഫോണ്ടായിട്ട് ഓർക്കുന്നതായിട്ട് തന്നെ കാണുന്നു. അവിടെ സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്ന ഒരാളാണ് എന്ന് ഇവർ വിചാരിക്കേണ്ടത്. നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവർക്കെല്ലാം നല്ലതായിട്ടാണ് ജീവിതത്തിൽ നടക്കാറ്. നിങ്ങളുമായൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരു ജിയോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2 സ്ഥലത്തായിട്ടായിരിക്കും നിങ്ങൾ താമസിക്കുന്നുണ്ടാവുക. ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് മാത്രമേ പരസ്പരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, ജിയോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് അവിടെ കാണുന്നുണ്ട്. പേജ് ഓഫ് വോൺസ് വെച്ച് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റി, നിങ്ങളെ കോൾ ചെയ്യുന്നതിനെ പറ്റി, കോണ്ടാക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇവർ ആഗ്രഹിക്കേണ്ടായിരുന്നു. അത് മിക്കവാറും അവർ ഒരു കോളോ മെസ്സേജോ എല്ലാം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒരു തടസ്സം, ഒരു സെൽഫ് റെസ്ട്രിക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫൂള് വെച്ച് രണ്ടും കൽപ്പിച്ച് എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകാം എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തീരെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. 4 ഓഫ് സോർട്സ് വെച്ചിട്ട് അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അവർക്ക് തീരെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ഓവർ തിങ്കിങ്ങിൽ കൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ വന്ന് കാണണം, ഒരു ഗിഫ്റ്റ് തരണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. എന്ത് കാരണം കൊണ്ടാണ് ഇവർ ജഗിൾ ചെയ്യുന്ന ഡിവൈൻ. 3 ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് അവരവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ, ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. 9 ഓഫ് വോൺസ്. ക്ലാരിഫൈ 9 ഓഫ് വോൺസ്. ലവേഴ്സ്. അവിടെ സ്നേഹം ഉണ്ടെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവിടുത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് അവർ ഫീൽ ചെയ്തിരുന്നത്.